ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോയിലുള്ളത്. ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നേ. ഇന്ന് രാവിലെ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റ്, 5:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. ഞാൻ ക്യാബേജ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് വെള്ളത്തിലിടുവാണെങ്കിൽ അതിൻ്റെ വിഷാംശമൊക്കെ പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ അത് തോരൻ വെച്ചു, പിന്നെ ചോറ് വെച്ചു. തലേദിവസത്തെ പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു, ഇറച്ചിക്കറി ഇരിപ്പുണ്ടായിരുന്നേ. അതുകൊണ്ട് രാവിലെ ഒന്നും ഉണ്ടാക്കേണ്ട വന്നില്ല. അപ്പോൾ ഈ തോരനും ചോറും മാത്രം വെച്ചാൽ മതിയല്ലോ, അതുകൊണ്ടാണ് കുറച്ച് താമസിച്ച് എഴുന്നേറ്റ്. 2-3 ദിവസമായിട്ട് എൻ്റെ കൈക്ക് ചെറിയ അലർജി ഉണ്ട്, ചൊറിഞ്ഞ് പൊട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോകാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട്. പിന്നെ എനിക്ക് വീഡിയോ ഇടേണ്ട ദിവസമൊക്കെ ആയതുകൊണ്ട് എന്നാൽ ഇന്ന് പോകണ്ട, ചൊവ്വാഴ്ച പോകാമെന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നേ. അപ്പോൾ ചേട്ടായി വിളിച്ച് പറഞ്ഞു ചൊവ്വാഴ്ച ഡോക്ടർ ലീവാണ്, എന്നാൽ ഇന്ന് പോരെന്നും പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഇന്ന് പോകുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പണികളൊന്നും രാവിലെ ചെയ്തൊന്നുമില്ല. ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് വിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടായി പറഞ്ഞു നാളെ ഡോക്ടർ ലീവാണ്, ഇന്നിപ്പോൾ 12 മണി 12:30 വരെയൊക്കെ ഡോക്ടർ ഉണ്ടാവുള്ളൂ, വേഗം വരണമെന്നും പറഞ്ഞ് വിളിച്ചു. അങ്ങനെ പിന്നെ പെട്ടെന്ന് പോയി പണികളൊന്നും ചെയ്തൊന്നുമില്ലേ. അത് കഴിഞ്ഞിട്ട് വന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് പണികളെല്ലാം ചെയ്ത് തീർത്ത് സ്കൂളിൽ PTA മീറ്റിങ്ങിന് പോകണം. ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുടച്ച് നിലത്തേക്ക് ഇടാതെ എന്തെങ്കിലും പഴയ പാത്രത്തിലേക്ക് അത് തുടച്ച് മാറ്റിയിട്ട് ക്ലീൻ ആക്കുവാണെങ്കിൽ നമുക്ക് മേശ തുടയ്ക്കാനും നിലം അടിച്ചു വാരാനും ഒക്കെ എളുപ്പം കേട്ടോ. ഞാൻ 1:15 ആയി വീട്ടിലെത്തിയപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം തന്നെ ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിച്ച് വെച്ച് ഫോണിൽ അലാറം വെച്ചിട്ടുണ്ട് കേട്ടോ, അരമണിക്കൂർ. എന്നിട്ടാണ് പാത്രം കഴുകാൻ തുടങ്ങിയത്. ഡൈനിങ് ടേബിളിലുണ്ടായിരുന്ന പാത്രങ്ങളും സാധനങ്ങളും എല്ലാം എടുത്ത് മാറ്റി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം സിങ്കിൻ്റെ ചുറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം അതിനകത്തെ വേസ്റ്റുകളെല്ലാം എടുത്ത് മാറ്റി. പിന്നെ ആദ്യം ഒന്ന് വെറുതെ വെള്ളത്തിൽ കഴുകി. അത് കഴിഞ്ഞിട്ട് വേഗം വേഗം സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കും കേട്ടോ. നമ്മൾ ഓരോന്നോരോന്ന് വേസ്റ്റ് കളഞ്ഞ് പിന്നെ കഴുകിയെടുക്കാൻ പോയാൽ സമയം കൂടുതലേ വരത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞ് പാത്രങ്ങളൊന്ന് വെറുതെ വെള്ളത്തിൽ ഒഴിച്ച് കഴുകിയിട്ട് ഇങ്ങനെ സോപ്പിട്ട് കഴുകുവാണെങ്കിൽ എളുപ്പം കഴുകി വെക്കാൻ പറ്റുമേ. അങ്ങനെ പാത്രം കഴുകലൊക്കെ ഒത്തിരിയൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഞാൻ കുറേ കഴുകിയിട്ടാണ് പോയത്, അതുകൊണ്ട് പിന്നെ വേഗം കഴിഞ്ഞു കേട്ടോ. അരമണിക്കൂർ കൊണ്ട് വീടൊക്കെ ഒരുമാതിരി ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ നല്ല സ്പീഡിൽ തന്നെ ചെയ്യണം. പിന്നെ അരമണിക്കൂർ ഫോണിൽ അലാറം വെച്ചേക്കുന്നത് കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് 3 മണിക്ക് പോകണം. 2:45 നമുക്ക് ഇവിടെ നിന്നുള്ളൊരു ബസ്സിന് എനിക്ക് പോകണം. 3 മണിക്ക് പിള്ളേരെയൊക്കെ സ്കൂൾ ബസ്സേ കയറ്റാൻ തുടങ്ങും കേട്ടോ. അവൾ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ കുഞ്ഞതല്ലേ, ടെൻഷനായി വിഷമമായി കരച്ചിലും ബഹളമൊക്കെ തുടങ്ങും. അതുകൊണ്ട് ആ ഒരു ബസ്സിന് തന്നെ പോകണം. അതിനാണ് തിരക്ക് വെച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കുകയും അലാറം വെച്ചതുമൊക്കെ. ഞാനെപ്പോഴും ആദ്യം അടുക്കളയാണ് വൃത്തിയാക്കുന്നത്. പാത്രമൊക്കെ കഴുകി സിങ്കും പിന്നെ സ്റ്റൗവും ഒക്കെ തുടച്ച് ഇട്ടാൽ തന്നെ പകുതി വൃത്തിയായി. പിന്നെ പോയിട്ട് അടിച്ചു വാരി ബാക്കി റൂമിലെ സാധനങ്ങൾ ഒതുക്കുന്നതിന് അധികം സമയം വേണ്ടല്ലോ. അടുക്കളയിലാണ് എനിക്ക് കൂടുതലും സമയം വേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ എളുപ്പം അങ്ങ് കഴിയും. തിരക്കുള്ള ദിവസവും എന്തെങ്കിലും വയ്യാഴിക ഉള്ളപ്പോഴൊക്കെ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത്. അധികം അങ്ങോട്ട് ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും പോകാറില്ല. എന്നാൽ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരുമാതിരിയൊക്കെ വൃത്തിയായിട്ട് തന്നെയായിരിക്കും വീടും വരെയൊക്കെ കിടക്കുന്നത്. നമ്മളിങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പം കുറേ സമയം വേണ്ടി വരുന്ന പോലെയൊക്കെ തോന്നുന്നതാണ് കേട്ടോ. പെട്ടെന്ന് കഴിയുവേ. എനിക്ക് വീഡിയോ എടുത്ത് ചെയ്യുകയും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു 5-10 മിനിറ്റ് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്പീഡിലാണ് ചെയ്യുന്നത്. പിന്നെ തുടയ്ക്കുന്നൊന്നുമില്ല കേട്ടോ, അടിച്ചു വാരിയൊക്കെ ഇടുന്നതേ ഉള്ളൂ. അടുക്കള വൃത്തിയായി. ഇനിയിപ്പോൾ റൂമിലേക്കൊക്കെ പോവാം. ഞാൻ പറഞ്ഞില്ലേ, റൂമിൽ എനിക്കൊരു 10 മിനിറ്റ് മതി. പിന്നെ നമ്മുടെ ചെറിയ വീടും ആയതുകൊണ്ട് എളുപ്പം എല്ലാ പണികളും അങ്ങ് കഴിയും. കുഞ്ഞിപ്പെണ്ണിൻ്റെ മേല് ഞാൻ രാവിലെ കഴിയിച്ചായിരുന്നു. അന്നേരം അവൾക്ക് തണുക്കുന്നെന്നും പറഞ്ഞ് അവൾ പൊതച്ച് കിടന്നൊരു പുതപ്പാട്ടോ. അതിനി അത് മടക്കി വെക്കണം. പിന്നെ തലയണ കവറുകളൊക്കെ അലക്കാൻ കൊണ്ടിടണം. അരമണിക്കൂർ കൊണ്ട് പണി തീർക്കുവാണെങ്കിലും തിരക്ക് വെച്ച് പണികളൊക്കെ ചെയ്യുവാണെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1:15 ആയപ്പോൾ വന്നില്ലേ, എനിക്ക് 2:45 ബസ്സിന് പോയാൽ മതിയല്ലോ. ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ തുണിയൊക്കെ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പിന്നെ നമ്മുടെ സഹായം ആവശ്യമില്ലല്ലോ, മെഷീനകത്ത് അലക്കുന്നതായതുകൊണ്ട്. അത് പിന്നെ അരമണിക്കൂറൊന്നും പോരാ കേട്ടോ, ഉണക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലും കൂടുതൽ സമയം വേണം. പിന്നെ തുണിയൊക്കെ അവിടെ ഇട്ടെന്നേ ഉള്ളൂ, കൊണ്ടിടാനുള്ള സമയം മാത്രമല്ലേ വേണ്ടി വരുന്നുള്ളൂ. അത് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് വിരിച്ചൊക്കെ ഇട്ടത്. പിന്നെ വേഗം അടിച്ചു വാരിയൊക്കെ ഇടുന്നുണ്ട്. കാണാതെ പോയ സാധനങ്ങളൊക്കെ അടിച്ചു വരുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. രാവിലെ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ പെൻസിൽ കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുകയും കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേറെ പുതിയ പെൻസിലൊക്കെ കൊടുത്താണ് ഞാൻ വിട്ടത്. അതിപ്പോൾ അടിച്ചു വാരിയപ്പോൾ ആ ചാരുബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് കിട്ടി. പിന്നെ ചവിട്ടിയൊക്കെ എടുത്ത് കുടഞ്ഞ് ഞാൻ അവിടെയൊക്കെ അടിച്ച് വെച്ച് അപ്പം തന്നെ ചവിട്ടി അവിടെ വിരിച്ചിട്ടു. ഞാനിന്ന് തുടയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. നമ്മുടെ വീട് എത്ര വൃത്തികേടായിട്ട് കിടന്നാലും ആരെങ്കിലും വിരുന്നുകാർ അരമണിക്കൂർ കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിമിഷ നേരം കൊണ്ട് വൃത്തിയാക്കൂലേ. ഇനിയിപ്പം പറയാതെയൊക്കെ വരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയേ. ഞാൻ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പം നൂഡിൽസൊക്കെ ഉണ്ടാക്കി. അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. കുഞ്ഞിപ്പെണ്ണിനെയും കൂട്ടി ഞാൻ അക്കു പഠിക്കുന്ന സ്കൂളിലെത്തി. കുഞ്ഞിപ്പെണ്ണ് മുമ്പിൽ ഓടുന്നുണ്ട് കേട്ടോ, അക്കു ചേച്ചിയെ കാണാൻ തിരക്കായിട്ട്. വൈകുന്നേരം ആയതുകൊണ്ട് ബസ്സിനൊക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഞാനും പിള്ളേരും കൂടെ ഒരു ഓട്ടോ ഒക്കെ കൂട്ടി പോന്നു. ചേട്ടായി ഇനിയിപ്പോൾ കുറച്ച് താമസിച്ചേ വരത്തുള്ളേ. പിന്നെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടു. ഇനിയിപ്പോൾ കോഴിക്ക് തീറ്റയും വെള്ളവും പുല്ലും എല്ലാം കൊടുക്കാനുണ്ട്. രാവിലെ കുറച്ച് കൊടുത്തതാണ്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കുറച്ചുകൂടെ കൊടുക്കാനുണ്ട് കേട്ടോ. 2 നേരം കുറേശ്ശെ കുറേശ്ശെ കൊടുക്കും. കൂടുതൽ കൊടുത്താൽ കൊത്തി എല്ലാം താഴേക്കിടും. അതുകൊണ്ട് 2 നേരമായിട്ട് കുറേശ്ശെ കുറേശ്ശെയാണ് കൊടുക്കുന്നത്. വന്ന് കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാനുള്ളതെല്ലാം കൊടുത്തേച്ചാണ് ഞാൻ തുണി വിരിക്കാൻ വേണ്ടി വന്നത്. പിന്നെ അയൽപക്കക്കാരോട് വർത്തമാനം പറയലും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് അരി അരച്ച് വെക്കാനുണ്ട്. 2 നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അത് അച്ചാർ ഇടുവോ കറി വെക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ഞാൻ കുറേ നാളായിട്ട് ഡോക്ടർ വാഷിൻ്റെ ബാർ സോപ്പാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തുണി അലക്കാൻ നേരത്ത് സോപ്പ് തീർന്നിട്ട് ഞാൻ അക്കുവിനെ മുകളിലത്തെ കടയിൽ പറഞ്ഞു വിട്ട് സോപ്പ് മേടിപ്പിച്ചു. അപ്പോൾ അവിടെ ഡോക്ടർ വാഷിൻ്റെ സോപ്പ് ഇല്ലാത്തതുകൊണ്ട് വേറെ സോപ്പ് അവർ കൊടുത്തു വിട്ടത്. അങ്ങനെ അത് കൊണ്ടുവന്ന് കൈക്ക് പ്രശ്നമാവുമോ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ തുണിയൊക്കെ അലക്കി. അന്ന് മുതൽ തുടങ്ങിയത് കേട്ടോ ഈ കൈക്ക് അലർജിയും പ്രശ്നങ്ങളുമൊക്കെ. ഓയിൽമെൻറ്റും മരുന്നൊക്കെ തന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ. ഇനിയിപ്പം കുഞ്ഞിക്കോഴി ഒന്ന് തുറന്നു വിടണം. ഇവൾ പ്രശ്നക്കാരിയല്ല കേട്ടോ. ഇവളെ മിക്കവാറും എല്ലാ ദിവസവും തുറന്നു വിടുന്നതാണ്. ഇവൾ തുറന്നു വിട്ടാലേ ഇപ്പോൾ മുട്ട ഇടുമെന്നുള്ളത് ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്നും തുറന്നു വിടും. പിന്നെ ഇവിടെ 2-3 ചീരയുണ്ട്. അത് അവൾക്ക് വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ. അവൾ കൂട്ടിൽ നിന്ന് തുറക്കുന്ന വടെ ഇറങ്ങില്ല. കുറേ നേരം ആ ചീരയെല്ലാം കൊത്തി തിന്നതിന് ശേഷമേ ഇറങ്ങത്തുള്ളേ. ഇവിടെ പ്രായത്തിലെ ഏറ്റവും ചെറിയൊരു കോഴിയാണ്. അതുകൊണ്ട് ഇതിനെ കുഞ്ഞിക്കോഴി എന്ന് വിളിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണിനും പേര് കിട്ടിയത് അങ്ങനെയാണ് കേട്ടോ. 10 വർഷത്തിന് ശേഷം അവൾ വന്നതുകൊണ്ട് അവളെ കുഞ്ഞിപ്പെണ്ണെന്നങ്ങ് അറിയാതെ വിളിച്ചു പോയതാണ്. എന്നോട് 1-2 പേരിങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എന്താ അവളെ കുഞ്ഞിപ്പെണ്ണെന്ന് വിളിക്കുന്നതെന്ന്. അത് ഇതുകൊണ്ടാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.